أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا ولما تقبل مني يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. നമ്മള് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ മാഇദ മദീനയിൽ അവതരിച്ചതാണ്. സൂറത്തുൽ മാഇദയില് 120 ആയത്തുകളാണ് ഉള്ളത്. ഓക്കെ. ഭക്ഷണ തളികയെ കുറിച്ച്, അതായത് മാഇദ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തളിക എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭക്ഷണ തളിക ഇറക്കി കൊടുത്തതിനെ കുറിച്ച് പറയുന്നതിന് വചനം ഇതിൽ ഉൾക്കൊള്ളത് കൊണ്ടാണ് ഭക്ഷണ തളിക എന്ന സൂറത്തുൽ മാഇദ എന്ന പേര് ഇതിന് വന്നത്. കാരണം ഭക്ഷണം നമുക്ക് സാധാരണ നമ്മളൊരിക്കലും പിന്നെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭക്ഷണത്തിലേക്ക് ഇറങ്ങി വരിക എന്നൊന്നും നമ്മൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നതിനെ കുറിച്ച് കൊണ്ടാണ് ഇതിന് ഈ ഒരു അത്ഭുതം കൊണ്ട് ഈ ഒരു ആയത്തിന് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതില് കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പൂർണ്ണമായിട്ട് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ പഠിച്ചു അല്ലെ. സൂറത്ത് നിസായില് അവസാനത്തിൽ നമ്മൾ കലാലത്തിന്റെ ആയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പിന്നെ ഒരാൾ മരണപ്പെട്ടു പോയി, അയാൾക്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ സ്വത്ത് ഭാഗം വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗമായിട്ട് തുടർ ഭാഗമാണ് വരുന്നത്. കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പിന്നെ ആയത്തില് വരുന്നത്. അതിനെ കുറിച്ചാണ് ഈ സൂറത്തുൽ മാഇദയിൽ കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നത്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഇദ ഒന്നാമത്തെ ആയത്ത് മുതൽ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമ്മൾ ഓരോ സൂറത്ത് നമ്മൾ ഓതുമ്പോഴും നമ്മൾ എന്നും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ് സൂറത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെയാണ് ഓരോ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു സത്യവിശ്വാസികൾ ആരാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത ആളുകൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് ഈ കരാർ പാലനം ഒക്കെ അതിൽ പെടുന്നതാണ്. ഒരു സത്യവിശ്വാസി എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന അവന്റെ അടിമയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സൂറത്തുമായിട്ട് എല്ലാ സൂറത്തുകളെയും കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ നിറവേറ്റുക. പിന്നീട് നിങ്ങൾക്ക് വിവരിച്ചതിന് ഒഴിച്ചുള്ള ആട്, മാട്, ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമാക്കരുത്. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. പവിത്രമായ മാസത്തെയും കാബത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെയും അവയുടെ കഴുത്തിൽ അടയാളത്തൊലികളെയും തങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹവും പൊരുത്തവും തേടിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാദരിക്കരുത്. എന്നാൽ ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ നിങ്ങൾക്ക് വേട്ടയാടാവുന്നതാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ജനവിഭാഗത്തോടുള്ള നിങ്ങൾക്കുള്ള അമർഷം അതിക്രമം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും പ്രേരകമാകരുത്. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക. പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് വെച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരിക്കല് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയുണ്ടായി. അതായത് ഉംറ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. കാരണം അവർ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു മടങ്ങുമ്പം അവർ സ്വാഭാവികമായിട്ടും പിന്നെ ഖുറൈശികള് ഒരിക്കലും സ്വീകരിക്കുകയില്ല. അപ്പൊ അവര് തിരിച്ച് അവിടെ പിന്നെ ഉംറക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കപ്പെട്ടു. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറക്ക് വരുന്നതായിട്ട് കണ്ടതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് ഉംറക്ക് പോകാന് എന്നുള്ള കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും 80ഓളം സഹാബികളും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉംറക്ക് വേണ്ടിയിട്ട് പിന്നെ ഇഹ്റാമിലായിരിക്കെ അവര് വന്നപ്പോ വഴിയിൽ വെച്ചിട്ട് അവരെ തടയപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു സന്ധി ഉണ്ടാകുകയാണ്. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു സന്ധി ഉണ്ടാവുകയാണ്.
അതായത് ഈ വർഷം പറ്റില്ല, പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് ഉംറക്ക് വരാം എന്നുള്ള നിലക്ക് ഉള്ള ഒരു സന്ധി ഉണ്ടാക്കുകയാണ്. ആ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ സഹാബികൾക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് അവിടെ വെച്ചിട്ട് അത് കാരണം ഉംറയിൽ നിന്ന് അവര് വിടുതൽ വാങ്ങുകയാണല്ലോ. അപ്പൊ അവര് കൂടെ ഉണ്ടായിരുന്ന ബലിമൃഗം അന്നത്തെ കാലത്തെ മാതിരിയല്ല. അന്നത്തെ കാലത്ത് അവരവരുടെ കയ്യിൽ ബലിമൃഗവുമായിട്ടാണ് വരിക അവര് ഉംറ ചെയ്യാൻ വരുന്നവര്. കാരണം അവിടെ വെച്ചിട്ട് അവർക്ക് അത് ഉംറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ബലിമൃഗത്തെ അറക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബലിമൃഗങ്ങളുമായിട്ടാണ് വന്നത്. അങ്ങനെ അവർ വഴിയിൽ വെച്ചിട്ട് ഉംറയിൽ നിന്ന് വിടുതൽ വാങ്ങുകയും ബലിമൃഗത്തെ അറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സഹാബികൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സന്ധിയെ കുറിച്ചാണ്, ആ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആക്സെപ്റ്റ് ചെയ്തത് സഹാബികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ യുദ്ധം ചെയ്യണമായിരുന്നു എന്നായിരുന്നു അവിടെ വെച്ചിട്ട് സഹാബികൾ പറഞ്ഞത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് സമാധാനമാണ് ആഗ്രഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തെ കാംക്ഷിക്കുകയും അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്താണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു തടഞ്ഞു, ഹറമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും എന്താവരുത്, അവരോടുള്ള അമർഷം അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കാരണമാകരുത്. പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കുക, പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഈ ഒരു ആയത്തില് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് വിടുതൽ വാങ്ങുമ്പോൾ സഹാബികൾ ഇതിനെ ധിക്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ടെന്റിലേക്ക്, അതായത് കൂടാരത്തിലേക്ക് മടങ്ങി പോവുകയും അവിടെ വെച്ചിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലെ നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുക, അത് കാണുമ്പോൾ അവർ ചെയ്തോളും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാദരിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കാരണം റസൂല് കൽപ്പിച്ചാൽ അത് അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവർ അനുഭവിച്ചതാണ് അല്ലെ, ഉഹുദിൽ വെച്ച് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പറഞ്ഞു കൊടുത്തൊരു വിദ്യയായിരുന്നു തല മുണ്ടനം ചെയ്യാൻ. ആ സമയത്ത് മുന്നിൽ പോയിരുന്നിട്ട് സഹാബികളുടെ അടുത്ത് പോയി നിന്നിട്ട് തന്റെ തല മുണ്ടനം ചെയ്യുകയും ഇതിൽ നിന്ന് ഉംറയിൽ നിന്ന് വിടുതൽ വാങ്ങാനും ചെയ്യാൻ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുകയും അങ്ങനെ സഹാബികളെ പിന്നീട് അവരെല്ലാവരും അതേപോലെ ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് ഭാര്യയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരു അനുഗ്രഹവുമായിരുന്നു. കാരണം എങ്ങനെയാണ് ഒരു സഹാബികളുടെ വനിതകൾ, അതായത് നമ്മളാണെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിവേകത്തോട് കൂടിയിട്ട് പെരുമാറേണ്ടത് എന്നുള്ളത് അവിടെ പഠിപ്പിക്കുക കൂടിയായിരുന്നു. അത് നമുക്കുള്ള ഒരു വലിയൊരു പാഠം കൂടിയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മൂന്നാമത്തെ ആയത്താണ്, ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടത്, ശ്വാസം മുട്ടി ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തിയേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് മുന്നിൽ ബലിയർപ്പിക്കപ്പെട്ടത് നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. അമ്പുകൾ ഉപയോഗിച്ച് ബാഹ്യം നോക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ മതത്തെ നേരിടുന്ന കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ അവരെ നിങ്ങൾ പേടിക്കേണ്ടയില്ല, എന്നെ നിങ്ങൾ പേടിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും തന്നിരിക്കുന്നു. മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. വല്ലവനും പട്ടിണിക്കാരൻ നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായ്വുള്ളവനല്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അവർ നിന്നോട് ചോദിക്കും. പറയുക, നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിദ്യ ഉപയോഗിച്ച് നായാട്ട് പരിശീലിപ്പിക്കാറുള്ള രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചെടുത്ത ഏതെങ്കിലും വേട്ടമൃഗം നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവന്നതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. ആ ഒരുവിന്റെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസ സ്ത്രീകളിൽ നിന്നുള്ള പവിത്രകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പവിത്രകളായ സ്ത്രീകളും നിങ്ങൾക്ക് വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത്. രഹസ്യ വീഴ്ചക്കാരെ സ്വീകരിക്കുന്നവരുമാകരുത്. സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവന്റെ കർമ്മം നിഷ്ഫലമായി കഴിഞ്ഞു. പരലോകത്ത് അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും.
സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ 2 കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നിര്യാണി വരെ 2 കാലുകളും കഴുകുകയും ചെയ്യുക. നിങ്ങൾ ജനാപത്ത് വലിയ അശുദ്ധി ബാധിച്ചവരായാൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. നിങ്ങൾ രോഗികളാവുകയോ രാത്രിയിലാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരികയും നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം നടത്തുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തി വെക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നും തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരണമെന്നും അവൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ഞങ്ങൾ ഇത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളോട് ഉറപ്പേറിയ കരാർ വാങ്ങിയതും ഓർക്കുക. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു മനസ്സിലുള്ളത് അറിയുന്നവനാകുന്നു. ഇതാണ് ഈ റീസൺ കൊണ്ടാണ് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിൽ നിന്ന് വിടുതൽ വാങ്ങാൻ നിന്ന സമയത്ത് അത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ആ സഹാബികളുടെ ആ സമൂഹത്തിന് മേലിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആ നിന്നിരുന്നത്. അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് സഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു ഉപദേശം നൽകുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ആ ഒരു സമൂഹം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ളൊരു പാഠമാണ്. എന്തെങ്കിലും പരീക്ഷണ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിവേകത്തോട് കൂടിയിട്ട് പെരുമാറേണ്ടത് എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. ഓക്കെ, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയുടെ ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ടെന്ന്. അവിശ്വസിക്കുകയും തങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു നരകാവകാശികൾ. സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം നിങ്ങളുടെ നേരെ ആക്രമണാർത്ഥം അവരുടെ കൈകൾ നീട്ടുവാൻ മുതിർന്നപ്പോൾ അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുവിൻ. നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക. സത്യവിശ്വാസികൾ അള്ളാഹുൽ മാത്രം പരമേൽപ്പിക്കട്ടെ. അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് കരാർ വാങ്ങുകയും അവരിൽ നിന്ന് 12 നേതാക്കന്മാരെ നിയോഗിക്കുകയുമുണ്ടായി. അള്ളാഹു അവരോട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കും അള്ളാഹുവിന് ഉത്തമമായി കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആർ അവിശ്വസിച്ചുവോ അവർ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന് ഉത്തമമായ കടം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനാണ്. ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് കടം കൊടുക്കുന്നതിന് തുല്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ 700 ഇരട്ടി വരെ 700-ലധികം ഇരട്ടി വരെയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർത്തി തരുന്നത് നമ്മുടെ നിയ്യത്തനുസരിച്ച്. അതുകൊണ്ടാണ് ഒരു റുപ്യ കൊടുക്കുന്ന ഒരാളും വേറൊരു 1 റുപ്യ കൊടുക്കുന്ന ഒരാളും തമ്മിൽ തുല്യമാവില്ല. കാരണം എന്താണ്, ആരുടെ നെയ്യത്തിലാണ് ഏറ്റവും നിഷ്കളങ്കത കൂടിയത് അവർക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വീകരണം അത് വലുതായിരിക്കും. എന്നാല് ആർക്കെങ്കിലും വേണ്ടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസപ്പെട്ട് കൊടുക്കുന്ന മറ്റൊരാളുടെ അയാളുടെ ദാനധർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കടം കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാനധർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് അതിന് ഉള്ള പ്രതിഫലം നിശ്ചയിക്കുന്നതും അത് എത്രയാണെന്ന് കണക്കാക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല പ്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കാൻ പരിശ്രമിക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉന്നതമായ നിലയിൽ എഴുതി വെക്കും എന്നുള്ളതാണ്. അങ്ങനെ അവർ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നുകളയുകയും ചെയ്തു. അവർ അല്പം ചിലരൊഴികെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന മേലിലും നീ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിയിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമൂഹം അവർക്കിടയിൽ തന്നെ ഭയങ്കര വിദ്വേഷത്തിലാണ് അവർ ജീവിക്കുന്നത്. ഓരോ സമൂഹവും യുദ്ധം ചെയ്യാൻ മാത്രം അത്രയും വിദ്വേഷമാണ് മറ്റൊരു സമൂഹത്തിനോടുള്ള അവർക്കിടയിൽ തന്നെ പരസ്പരം. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവാണ് അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി വിട്ടതെന്ന്. നമ്മളും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്നതിന് തുല്യമാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിൽ എന്തെങ്കിലും തിന്മ കണ്ടതുകൊണ്ടായിരിക്കും അവർക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, വിദ്വേഷങ്ങൾ ഇറങ്ങി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം എപ്പോഴും നല്ല നിലയിൽ സഹവർത്തിത്വത്തോട് കൂടി ജീവിക്കണം. നമുക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മുസ്ലിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോപം കൊണ്ടുണ്ടാവുന്നത് കൂടി ആയിരിക്കാമെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വിട്ടുവീഴ്ചയും സമാധാനവും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു പ്രകാശം വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനുമാണ്. അപ്പൊ ഈ ഒരു ആയത്ത് വെച്ചിട്ടാണ് പലപ്പോഴും മുസ്ലിങ്ങളിൽ നിന്ന് പല ആളുകളും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശമായി കൊണ്ടൊക്കെ പറയും. നൂറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നൂറുല്ലാ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം അതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരത്തിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നബിയെ പറയുക, മറിയമിന്റെ മകൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള എല്ലാം ആധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതില് മുകളിൽ പറഞ്ഞതിൽ ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൂട്ടിയാണെന്നാണ് പല വ്യാഖ്യാനങ്ങളിലും കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല, അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അത് അള്ളാഹുൽ നിന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല, എന്റെ നാവിൽ നിന്ന് ഒരിക്കലും കളവ് വരൂല. കാരണം അള്ളാഹു എന്താണ് അത് അള്ളാഹു ഒരിക്കലും കളവ് എന്നിൽ നിന്ന് വരുത്തൂല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വചനങ്ങളൊക്കെ എന്തായിരിക്കും? സത്യപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയ വചനങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അത് സത്യപ്പെടുത്തി പറഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രകാശം എന്ന് പറയുന്നത് ഖുർആനിലെ വെളിച്ചത്തെ കുറിച്ച്, വിജ്ഞാനത്തെ കുറിച്ചാണെന്നും ചില ഹദീസുകളിൽ തഫ്സീറുകളിൽ കാണുന്നുണ്ട്. അതായത് പ്രകാശവും സ്പഷ്ടമായ വേദഗ്രന്ഥവും എന്ന് പറഞ്ഞത് ഖുർആനെയും അതുമൂലം ലഭിക്കുന്ന വിജ്ഞാനത്തെയും കൂടിയാണെന്നാണ് ചില തഫ്സീറുകളിൽ കാണുന്നത്. അപ്പൊ അതൊന്നു കൂടി പറഞ്ഞതാണ് കേട്ടോ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരത്തിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നബിയെ പറയുക, മറിയമിന്റെ മകൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. യഹൂദരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാണ് എന്ന്. നബിയെ പറയുക, പിന്നെ എന്തിനാണ് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത്? അങ്ങനെയല്ല, അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു നിങ്ങൾ അവന് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ആകാശങ്ങളുടെ ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്രേ. അവങ്കിലേക്ക് തന്നെയാണ് മടക്കം. വേദക്കാരെ, ദൈവദൂതന്മാർ വരാതെ ഒരു ഇടവേള കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു സന്തോഷ വാർത്താക്കാരനോ താക്കീതുകാരനോ വന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണിത്. അതെ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും താങ്കൾക്ക് താക്കീത് നൽകുകയും ചെയ്യുന്ന ആൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. നാളെ ഒരു കാലത്ത് നമ്മള് അള്ളാഹുവിന്റെ മുമ്പില് പരാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൈവദൂതനെ അയച്ചത് എന്നുള്ളതാണ്. അതായത് ഈ പ്രവാചകനെ അയച്ചത്. നാളെ പരലോകത്ത് വെച്ചിട്ട് ഒരു സമൂഹത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അനീതി കാണിക്കാതിരിക്കുന്നത് എന്റെ ഒരു സത്യം കൂടിയാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് കടന്നു വന്നത്.
അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിന്റെ ജനങ്ങളെ നിങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കിയും മനുഷ്യരിൽ നിന്ന് മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പലതും നിങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ ഓർക്കുക. എന്റെ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ നിങ്ങൾ പിന്നക്കം കാണിക്കരുത്, എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി മാറും. അവർ പറഞ്ഞു, ഓ മൂസ, പരാക്രമശാലികളായ ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അവർ അവിടെ നിന്ന് പുറത്തു പോകുന്നവരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല. അവർ അവിടെ നിന്ന് പുറത്തു പോകുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അവിടെ പ്രവേശിച്ചു കൊള്ളാം. ദൈവഭയമുള്ളവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച 2 പേർ പറഞ്ഞു, നിങ്ങൾ അവരുടെ നേർക്ക് കവാടം കടന്നങ്ങ് ചെല്ലുക. അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുൽ നിങ്ങൾ ബലമേൽപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഓ മൂസ, അവരവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ പ്രവേശിക്കുകയില്ല. അതിനാൽ താങ്കളും താങ്കളുടെ രക്ഷിതാക്കളും കൂടെ പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെയും എന്റെ സഹോദരന്റെയും കാര്യമല്ലാതെ എന്റെ ഈ അധീനതയിലില്ല. ആകയാൽ ഞങ്ങളെയും ധിക്കാരികളായ ജനങ്ങളെയും തമ്മിൽ വേർപിരിക്കണമേ. അവൻ അള്ളാഹു പറഞ്ഞു, എന്നാൽ ആ നാട് 40 കൊല്ലത്തേക്ക് അവർക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അക്കാലമത്രയും അവർ ആ ഭൂമിയിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുന്നതാണ്. ആയതിനാൽ ആ ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത്. നബിയെ, നീ അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക. അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭം. ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ട് മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈനീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ കൈനീട്ടുന്നതല്ല. തീർച്ചയായും ഞാൻ രോഗരക്ഷിതാവായ അള്ളാഹുവെ ഭയപ്പെടുന്നു. എന്റെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായി തീരുവാനും അങ്ങനെ നീ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. എന്നിട്ട് തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി. അങ്ങനെ അവനെ കൊലപ്പെടുത്തിയതിനാൽ നീ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീർന്നു. അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് കുഴിമാന്തി ഉണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം! എന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായിത്തീർന്നു. അക്കാരണത്താൽ ഇസ്രായേലി സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ ഇസ്രായേലിയരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയും നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനകരമായെന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കും. എന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന്റെ മുമ്പായി പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഇതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും അവന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. നിങ്ങൾ അതുവഴി വിജയം പ്രാപിച്ചേക്കാം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ ശിക്ഷ ഒഴിവായി കിട്ടുവാൻ വേണ്ടി പ്രായശ്ചിത്തം നൽകുന്നതിനായി സത്യനിഷേധികളുടെ കൈവശം ഭൂമിയിലുള്ളത് മുഴക്കിയും അത്ര തന്നെ വേറെയും ഉണ്ടായിരുന്നാൽ പോലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. അവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത്. നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കും. അതിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് സാധ്യമാവുകയില്ല. നിരന്തരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിച്ചവളുടെയും കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക. അവർ സമ്പാദിച്ചതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയുമാണത്. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. എന്നാൽ അക്രമം ചെയ്തു പോയതിനു ശേഷം വല്ലവൻ പശ്ചാത്തപിക്കും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും അത്രേ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 40-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ദീനിന്റെ മാർഗത്തിൽ ഭൂമിയിൽ വളരെ കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട്. അതായത് കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈകൾ വെട്ടിക്കളയുക. ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടത്തിയ ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലുവാനാണ് കൽപ്പിച്ചത്.
എന്നാല് പിന്നെ നിലപാട് നന്നാക്കി തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻക്ക് പുറത്തു കൊടുക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പുറത്തു കൊടുക്കുന്നത്? ആ കൊലപാതകം നടന്ന ആളുടെ കുടുംബം, അതായത് ആരെയാണ് കൊന്നത് അയാളുടെ കുടുംബം അവർക്ക് അവരോട് പിന്നെ ബ്ലഡ് മണി വാങ്ങിച്ചിട്ട് അതിന് പകരമായിട്ട് ബ്ലഡ് മണി എത്രയാണോ ആവശ്യപ്പെടാം അത് ആവശ്യപ്പെട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ വാങ്ങും. അപ്പൊ ആ ബ്ലഡ് മണിക്ക് ഭയങ്കരമായിട്ടുള്ള പൈസയാണ് പറയുക അല്ലെ. അതെന്തിനാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഒരു ഹിക്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരാളെയും കൊല ചെയ്യാന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല ഭൂമിയിൽ. അത് അള്ളാഹുവിന് മാത്രമുള്ള നിർവഹണമാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെയും റൂഹിനെ എടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റൂഹിനുള്ള ആ ഒരു പ്രാധാന്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടിപ്പിനുള്ള പ്രാധാന്യം അത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ മനുഷ്യന്റെ സൃഷ്ടിപ്പും അത്രയും പ്രാധാന്യമുള്ള, നമ്മളെ എത്രത്തോളം നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട് നമ്മളെ. നമുക്ക് അത്രയും വാല്യൂ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുടുംബം എത്രയാണോ ബ്ലഡ് മണി ചോദിക്കുന്നത് അത്രയും കൊടുക്കാന് ആ കൊന്നവനോ അവന്റെ കുടുംബവും അതിന് ബാധ്യസ്ഥരാണ്. അപ്പം എത്രത്തോളം ഭൂമിയിലെ മുഴുവനും ചോദിച്ചാല് അത്രയും കൊടുക്കേണ്ടി വരും. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത് അനുവദിച്ചു കൊടുത്തതിന്റെ കാരണം അത്രയും വാല്യൂ നമുക്ക് ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരികയാണ്. ഓക്കെ, ദുനിയാവില് നമുക്കുള്ള വാല്യൂ, നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വാല്യൂ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നതാണ്. അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഏറ്റവും ഉത്തമരായിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. ഒരിക്കലും നമ്മളെ സ്വയം ഹനിക്കാന്, അതായത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയിൽ പലരും ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളത് കൂടി കാണിച്ചു തരികയാണ്. കാരണം അത്രയും വാല്യൂ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് നമ്മൾ സ്വയം അതിനെ നശിപ്പിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നമ്മളോട് കോപിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമുക്കിടയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രക്കധികം വാല്യൂ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്കുള്ള വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് ആലോചിക്കണം. പറയുമ്പോ അള്ളാഹുവിന്റെ ഭൂമിയില് പറഞ്ഞല്ലോ, ഒരു ഒരു കുർസിയുടെ അടിയിൽ കിടക്കുന്ന ഒരു മോതിരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന എത്രയോ ചെറിയൊരു തരിയാണ് നമ്മളിലെ. എന്നിട്ട് പോലും ആ ഒരു തരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വാല്യൂ, ഇത്രയും സ്നേഹം, ഇത്രയും കാരുണ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്നുണ്ട്, നമ്മൾ പരസ്പരം എത്രത്തോളം സ്നേഹം കാണിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം വിടുതലുകൾ കാണിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ആയിട്ട്. നമ്മൾ പരസ്പരം പോരടിക്കുകയും നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കുകയും നമ്മൾ പരസ്പരം സംസാരിക്കാതെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രത്തോളം അഹങ്കാരമാണ് അതിന്റെ ഉള്ളിൽ നമുക്കുള്ളത്. അതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അഹങ്കാരം എന്നുള്ള ഒരു അവസ്ഥ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഈ അനുഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ വാല്യൂ, ആ വാല്യൂ എന്നിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ജീവിക്കുമ്പം, ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ ദിവസവും നടന്നു പോകുന്നത്. എനിക്ക് അത്രയും വാല്യൂ എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ചിന്തകൾക്കും ഓരോ പ്രവർത്തികൾക്കും എന്റെ റബ്ബ് നൽകിയ ആ ഒരു വാല്യൂ നമ്മള് അത് മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഓരോ പ്രവർത്തികളും ചെയ്യാൻ. വെറുതെ എന്തെങ്കിലും സംസാരിക്കുക, നമ്മുടെ നാവിനെ വെറുതെ വഴിപഴച്ചമായിട്ട് സംസാരിക്കുക, പ്രവർത്തിക്കുക, ഇതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ ഒരു വാല്യൂ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ നഫ്സിലേക്ക് നോക്കുക. ഞാൻ എനിക്ക് എത്ര വാല്യൂ കൊടുത്തിട്ടുണ്ട്? നമ്മളാണ് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത്, മറ്റൊരാളല്ല. എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഈ റൂഹിന്, എന്റെ ശരീരത്തിന്, എന്റെ ആത്മാവിന് അത്രയും വാല്യൂ എനിക്ക് ദുനിയാവിലുണ്ട്. ആ വാല്യൂ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ സ്വയം ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലെയും പ്രശ്നങ്ങൾ തീരും. നമുക്കുള്ള വാല്യൂ ഉള്ളത് കൊണ്ടാണ് ആ വാല്യൂവിനെ നമ്മൾ അത്രയും ഉത്തമമായിട്ട് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാ ഒരു ഒരു നമ്മളെ സ്വർണം അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഒരു രത്നം നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? നമ്മൾ അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും ഇടുവോ? ഇല്ല. നമ്മൾ നല്ലതുപോലെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ നല്ല അതിനെ കെട്ടി പൊതിഞ്ഞ് ഏറ്റവും നല്ല പിന്നെ പൊതിഞ്ഞു വെച്ച് ഏറ്റവും നല്ല ഇതില് പാക്കറ്റിൽ ആക്കിയിട്ട് നമ്മള് വീടിന്റെ ഉള്ളില് ഒരു പിന്നെ ലോക്കറിന്റെ ഉള്ളില് ല്ലേ ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുക. എന്തുകൊണ്ടാണ്? അതിന് അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അത്രയും വാല്യൂ നമുക്ക് തന്നെ വേണം.
ഞാൻ ആരാണെന്നുള്ളത്, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ്. എൻ്റെ റബ്ബ് എനിക്ക് വെച്ച ആ ഒരു വാല്യൂ നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരും. ആ വാല്യൂ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് ഓരോന്നിനുള്ള വാല്യൂ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ ഏറ്റവും നന്നായിട്ട് പരിഗണിക്കുകയും നല്ല രീതിയിൽ നമ്മൾ അതിനെ പരിപാലിക്കുകയും ചെയ്യാത്തത്. നമ്മളാണ് നമ്മളെ പരിപാലിക്കേണ്ടത്, നമ്മളാണ് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത്, നമ്മളാണ് ആ വാല്യൂയോട് കൂടിയിട്ട് സംസാരിക്കേണ്ടത്. നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളിലൊക്കെ ഉന്നത സ്വഭാവം കൽപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാളല്ല. അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. മാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും ഉന്നത രൂപത്തിലായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മൾ ഒരിക്കലും ഒരു സമയം പോലും നമ്മൾ ഒഴിവാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒന്നും വിട്ടുകൊടുക്കൂല. ആ ഒരു പരിശുദ്ധി നമ്മൾ നമ്മളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഉന്നത സ്വഭാവത്തിലായിരിക്കും. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു വാക്കുകൾക്ക് പോലും നമ്മൾ അത്രയും വാല്യൂ കൊടുക്കും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ വാല്യൂ ആണ്. ഇന്നൊരാൾ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഉള്ള പണി എന്ന് പറയുന്നത് ഈ ഭൂമി മുഴുവനും കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമെങ്കിലും ഇതിൽ നിന്ന് അയാൾക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും വാല്യൂ എനിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വാല്യൂ ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ റബ്ബ് ഇത്രയും വാല്യൂ എനിക്ക് ഭൂമിയിൽ കൽപ്പിച്ചത് കൊണ്ടാണ് അയാൾക്ക് ആ ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ട് അയാൾ നെട്ടോട്ടം ഓടേണ്ടി വരുന്നത്. കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടില് ഓരോരുത്തർ ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ട് എത്രയോ കോടികൾ സംഭരിച്ചതും ഇതാക്കിയതൊക്കെ, ഒരു നാട് മുഴുവനും അതിന്റെ പിന്നാലെ പോയതൊക്കെ. അത്രയും വാല്യൂ നമുക്ക് ഉണ്ട്. എന്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ഞാൻ ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത ശൈലി തന്നെ മാറും. ഓരോ കഴിക്കുന്ന ഭക്ഷണത്തിനും അന്നത്തിനും നമ്മൾ വാല്യൂ കൊടുക്കും. കാരണം അത് എൻ്റെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത് എൻ്റെ റബ്ബ് നിശ്ചയിച്ച പ്രകാരം അത്രയും ഉന്നതമായ രീതിയിലായിരിക്കണമെന്ന് ഞാനും നിങ്ങളും നിശ്ചയിക്കും. ഇത് നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പാഠമാക്കിയിട്ടെടുക്കുക. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله غنيني بفضلك من سواك. ربي انزل لي منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي انزل لي منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني وجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزل لي منزل مبارك أنت خير المنزلين. ربي إني لما أنزلت لي من خير فقير. ربي اشرح لي صدري ويسر لي أمري. الله رب لا أشرك بشيء. لا إله إلا الله العليم العليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. يا فتاح الله افتح لي أبواب رحمتك. آمين 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 برحمتك يا أرحم الراحمين. حي القيوم يا حي القيوم يا أحد الصمد يا رحمن يا الله يا أرحم الراحمين يا الله يا أحد الصمد يا الله. ഈ ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരികയും ലോകത്തേക്കും പരലോകത്തേക്കുമുള്ള വിഭവങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരികയും അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവേ പൂർണ്ണമായിട്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്ന് സ്വീകരിക്കുകയും ഞങ്ങൾക്ക് അനുവദിച്ചു നൽകുകയും അല്ലാഹുവേ ഞങ്ങളെ ലോകത്ത് പരലോകത്ത് വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് എല്ലാ
പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരികയും അള്ളാഹുവെ ഞങ്ങളെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധുമിത്രാദികളിൽ അള്ളാഹു പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മറാഹിമിന അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മറാഹിമിന അള്ളാഹു ഞങ്ങളിൽ നിന്ന് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിന അള്ളാഹു നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും ഉന്നതമായ രീതിയിൽ അള്ളാഹു ഇബാദത്ത് ചെയ്യാനും അത് നീ സ്വീകരിക്കപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളോടുമൊപ്പം അള്ളാഹു ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. യാ റഹ്മറാഹിമിന അള്ളാഹുവെ നിന്റെ വജ്ഹ് ഏറ്റവും ഉന്നതമായ രീതിയിൽ അള്ളാഹു ഞങ്ങൾക്ക് കൺകുളിർക്ക് കാണുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവെ നീ നിലനിർത്തി തരണമേ. അതിനോട് ഞങ്ങൾ കാണിച്ച അദബുകേടുകൾ അള്ളാഹു അതിനോട് കാണിച്ച തിന്മകൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ. അറിവില്ലായ്മയിൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സംഭവിക്കാനിരിക്കുന്ന എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. യാ റഹ്മറാഹിമീന അള്ളാഹുവെ യാദൽ ജലാൽ ഇക്രാമായ അള്ളാഹുവെ ഞങ്ങളുടെ വിഭവങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വർധനവ് നൽകി അള്ളാഹുവെ അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉന്നതമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അള്ളാഹുവെ അതിനെ വീതിച്ച് നൽകാനുള്ള തൗഫീക്കും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹുവെ നീ ഉന്നതമായ രീതിയിൽ അള്ളാഹു അതിനെ വർദ്ധിപ്പിച്ച് നൽകുകയും അത് വരും തലമുറകൾക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹുവെ അതിനെ നീ അവർക്ക് വീതിച്ച് നൽകണമേ. അർഹതപ്പെട്ടവരിലേക്ക് അതിനെ നീ എത്തിച്ചു കൊടുക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹുവെ റഹ്മറാഹിമീൻ അള്ളാഹുവെ ഞങ്ങൾക്ക് വരാൻ പോകുന്ന റംളാൻ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഉപയോഗിക്കാനും വിനിയോഗിക്കാനും നിനക്ക് തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്ന നിന്റെ ദീനിൽ സംഭവിച്ചു പോകുന്ന തിന്മകളിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. ഞങ്ങളെ നീ ദീനിൽ ഉയർത്തി തരണമേ. ഞങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളെ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 برحمتك يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد എല്ലാവരും അവരവർക്ക് ദുആ ചെയ്യാനുള്ളത് 2 മിനിറ്റ് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഇത് നിർത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.